ആശാൻ സ്റ്റാറിങ് ഇന്ദ്രൻസ് ഇൻ ദ ലീഡ് റോൾ ഫ്രം ഡയറക്ടർ ഓഫ് ഗപ്പി ആൻഡ് അമ്പിളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഐ ആം ഹൈപ്ഡ്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, രോമാഞ്ചം എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ്. ആളെ നേരിട്ട് വനിതയിൽ വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. പണ്ട് അമ്പിളിയുടെ റിലീസിൻ്റെ ടൈമിലും അതുപോലെ തന്നെ ഗപ്പി അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ള സിനിമയായിട്ട് പോലും അത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയി കടുത്ത നിരാശയും റിഗ്രറ്റും വിഷമമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അത് തിയേറ്ററിൽ കാണാൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. വൈ ഡിഡ് ഐ മിസ് ദാറ്റ് മൂവി? ഒരു പിടുത്തമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഗപ്പി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടിരുന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അത് റിലീസ് ചെയ്ത ദ ഫസ്റ്റ് പേഴ്സൺ ടു വാച്ച് ദാറ്റ് മൂവി ഇൻ തിയേറ്റർ വിൽ ബി മീ. കാരണം എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് ആ സിനിമ തിയേറ്ററിൽ കാണണമെന്നുള്ളത്. എന്തായാലും ജോൺ പോൾ ജോർജ് ആശാൻ എന്നുള്ളൊരു കിടിലൻ സാധനമായിട്ട് വരുന്ന ഒരു വൈബാണ് എനിക്ക് കിട്ടിയത്. ഒരു ഓൺസംബിൾ കാസ്റ്റ്. ജോൺ പോൾ ജോർജിന് പണ്ടേ ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണയും എല്ലാ സിനിമയിലും പോലെ ഇത്തവണയും കുറച്ച് പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചത്തിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പോലും അതിനകത്ത് അനന്തരാമൻ, അപ്പോൾ നാന്തി ബോയ്സിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, അനന്തരാമൻ്റെ വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രീമിയറിന് എന്നെ അനന്തരാമൻ ഡയറക്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും അത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു എക്സ്ക്ലൂസീവ് പ്രീമിയറാണ്. അതിനെ വിളിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഡാ. അപ്പോൾ ഇത്തവണ ഈ സിനിമയിലൂടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻ സിനിമ ആണെന്ന് തോന്നുന്നു മദൻ ഗൗരി, പോപ്പുലർ ഫേമസ് തമിഴ് യൂട്യൂബർ മദൻ ഗൗരീനെ മലയാള സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ ഇതിനകത്ത് ജോമോൻ ജോതർ ഉണ്ട്, അതുപോലെ തന്നെ അബിൻ ബിനോ ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്വന്തം കേരള ഫുഡി ഗോവിന്ദ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ തവണയും ഫോറം മോളിലേക്ക് പോകുമ്പോഴേ വൈറ്റിലെ പാലം കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റർ, ഇതേ പോസ്റ്റർ. അതിനകത്ത് ഗോവിന്ദനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഹാപ്പി ഫോർ യുടാ. ഇതൊക്കെ കൂടാതെ ശോഭി തിലകനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് ചില ആംഗിളിൽ നോക്കുമ്പോൾ ശരിക്കും പഴയ തിലകൻ ചേട്ടൻ, ഒരു ആഫ്രോ ഹെയർ സ്റ്റൈലുള്ള തിലകൻ ചേട്ടൻ. അയ്യോ, ഇത് എന്ത് രസമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പലയിടങ്ങളിൽ തിലകൻ ചേട്ടനെ ഇങ്ങനെ കണ്ട് മിന്നി മറയുന്ന പോലത്തെ ഒരു സീനാണ് എനിക്ക് തോന്നിയത്. 2 ബ്രദേഴ്സും, ഈവൻ അവരുടെ മകനായിക്കോട്ടെ, അതായത് മുത്തശ്ശനായിട്ടുള്ള തിലകൻ ചേട്ടൻ, ചെറുമകനായിട്ടുള്ള അഭിമന്യു, തിലകൻ ചേട്ടൻ്റെ മക്കളായിട്ടുള്ള ശോഭി തിലകനായാലും ഷമ്മി തിലകൻ, എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും ഒടുക്കത്ത ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. കിഡിലിനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ശോഭി ചേട്ടനെ ഇങ്ങനൊരു ലുക്കിൽ എനിക്ക് തോന്നുന്നു ഹീ ഇസ് ദ ഡയറക്ടർ ഓഫ് ദ സിനിമ വിത്തിൻ ദിസ് സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പോസ്റ്ററിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ പേരെ നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വിക്കിപീഡിയ പേജ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓരോരുത്തരുടെയും പേര് വിത്ത് ക്യാരക്ടർ നെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദിസ് ഇസ് ടു ദ ടീം. അപ്പോൾ ഗപ്പി സിനിമാസിലെ ടീം മെമ്പേഴ്സിനോടാണ് ഞാനത് പറയുന്നത്. ദയവ് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ പ്രശംസിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂ വ്യക്തമായിട്ട് എഴുതിയാൽ നല്ലതായിരിക്കും. ക്രൂ എനിക്കിവിടെ എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാസ്റ്റിൻ്റെ പേരും ക്യാരക്ടറിനെയും ദയവ് ചെയ്ത് ഒന്ന് യൂട്യൂബ് വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ പ്രിഫറബിളി വിക്കിപീഡിയ പേജ് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. അതൊരു റിക്വസ്റ്റാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഷാരിക്കുന്നാന്നുകൊണ്ട് നമ്മുടെ പൊന്മുട്ടയിലല്ല, അതിനകത്തൊക്കെ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചുകൊണ്ട് എന്താ വെച്ചാൽ ഷാരിക്ക് ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ എവിടെയോ ഉണ്ടിട്ട ആള്. അതുപോലെ ഈ ട്രെയിലർ കണ്ടപ്പോഴും ഷാരിക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ഒരുപാട് പേര്, ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ ജിനു ബ്രോ, നമ്മുടെ കുള്ളൻ്റെ ഭാര്യയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ജിനു ബ്രോ, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ മാനേജർ ആയിരുന്ന, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹെഡ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ കറക്റ്റ് ഡെസിഗ്നേഷൻ എനിക്ക് മച്ചാൻ്റെ അറിയില്ല, പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഒക്കെ ചെയ്തിരുന്ന മച്ചാനാണ്. അപ്പോൾ ആളെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ക്യാമറമാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇതിനകത്ത് ഇങ്ങനെ കാണുന്നു. പിന്നെ തീവണ്ടിയിൽ നമ്മുടെ ഹിപ്പി വൈബ് മച്ചാനാണ് ഇതിനകത്ത് നടനായിട്ട് കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കുറേ കണ്ട് പരിചയമുള്ള മുഖങ്ങൾ, പിന്നെ നമ്മുടെ പുഴുവിലുള്ള പുള്ളി, അങ്ങനെ കുറേ പേര് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും നല്ല ഒരു റിഫ്രഷിങ് ഫീല്. എവിടെയൊക്കെയോ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു വെസ് ആൻഡർസൺ
സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ തോന്നി. കുറച്ചൊക്കെ ക്വെന്റൻ ടാരന്റീനോ ടച്ച് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. മൊത്തത്തിൽ ഈ ഒരു കാണുമ്പോൾ ഒരു ഹോളിവുഡിന്റെ മലയിലുള്ള മറ്റേ ആ ഒരു ഹോർഡിങ് പോലെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഒരു ഫാൻ ട്രിബ്യൂട്ട് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്വെന്റൻ ടാരന്റീനോ ടച്ച്, ഒരു വെസ് ആൻഡർസൺ ടച്ച്. എനിക്ക് തോന്നുന്നത് ജോൺ പോൾ ജോർജ് ഈ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഫാനാണെന്നുകൊണ്ട് ആ ഒരു ടച്ച് എനിക്ക് ഇവിടെ കാണാം. പിന്നെ ടെക്നിക്കലി എടുത്ത് നോക്കിയാലും DOP വിമൽ ജോസ് ടച്ചിൽ, എഡിറ്റർ കിരൺ ദാസ്, കിടിലൻ എഡിറ്റർ. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ബൈ MR രാജേഷൻ, ഗോട്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരുണ്ടോ, സൗണ്ട് മിക്സ് വേറെ റേഞ്ച് ആയിരിക്കും. മ്യൂസിക് ഡയറക്ടർ ജോൺ പോൾ ജോർജ് തന്നെ. അതുപോലെ തന്നെ ലിറിക്സ് വിനായക് ശശികുമാർ. എല്ലാവരും മേക്കപ്പ് റോണക്സ് പണി അറിയാവുന്നവരുടെ ബഹളാണ്. VFX ബൈ എഗ് വൈറ്റ് VFX. അങ്ങനെ എല്ലാം കളറിസ്റ്റ് ജോയിനർ തോമസ്, സ്നേക്ക് പ്ലാന്റ്, ഇവിടെ എല്ലാവരും. ട്രെയിലർ കട്ട്സ് ബൈ അജ്മൽ സാബുവിനെ അറിയാൻ പാടാത്തവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ബിഗ് ഷോയുടെ ഒരു എഡിറ്റ് ഉണ്ട്, ഒരു കിണ്ണ സാധനം. അത് നിങ്ങളൊന്ന് അടിച്ചോ, അജ്മൽ സാബു ബിഗ് ഷോ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. മോനെ കണ്ടു നോക്കും, വിഷയമായിട്ടാണ്, ഇണ്ണം കാഴ്ച സാധനമാണ്. അപ്പോൾ അജ്മൽ സാബു ആണ് ഇതിനകത്ത് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. കമ്മിങ് ഓൺ February 5. 2 കൊല്ലം മുന്നേ February 3 രോമാഞ്ചം ഇറങ്ങിയത്. അപ്പോൾ ഫെബ്രുവരി ഇസ് ലോക്ക്ഡ്. എനിക്ക് ഈ സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓൾസോ പ്രൊഡ്യൂസറിൽ 3 പേരിൽ ഒരാൾ ജോൺ പോൾ ജോർജ് തന്നെയാണ്. ഗപ്പി ഫിലിംസ് ആണ്, ഗപ്പി സിനിമാസ് എന്നുള്ള ബാനറിലാണ് പടം ഇറങ്ങുന്നത്. ഇൻ അസോസിയേഷൻ വിത്ത് വെയ്ഫെയറർ ഫിലിംസ്. ദുൽഖറിൻ്റെ വെയ്ഫെയറർ ഫിലിംസ്. അത് നാളെ കുഴയുന്നു ഗൈസ്. അത് നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് പേര് മറ്റേ വെള്ളമടിച്ചിട്ട് എന്നും പറഞ്ഞ് വരണ്ട. ഐ എം സ്ട്രിക്ട്ലി അഗെയിൻസ്റ്റ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. കുറേ നല്ല ഭംഗിയുള്ള മറ്റേ ഡ്രിങ്കിങ്ങിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ, അതായത് ഇങ്ങനെ ഓരോ മിക്സിങ്ങും പരിപാടിയൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇരുന്ന് കാണും, ഷെയർ ചെയ്യട്ടെ എന്നും പറഞ്ഞ്. ഞാൻ മദ്യപാനി അതെന്നല്ല അർത്ഥം. എനിക്ക് ആ മിക്സിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഞാനിപ്പോൾ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ആമസോൺ എടുത്തിട്ട് ആ മിക്സർ മൊത്തം മേടിക്കാനുള്ള ഇതില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഡ്രിങ്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടിട്ടല്ല. എനിക്ക് ജസ്റ്റ് വീട്ടിൽ മറ്റേ എന്താ പറയുക, മോക്ടെയിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മറ്റേ മോക്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതിങ്ങനെ ചെയ്ത് കളിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആശാൻ എന്തായാലും വരട്ടെ, വളരെ ആഗ്രഹമുണ്ട് ഇത് കാണാനായിട്ട്. എനിക്ക് ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നിയതാ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നി ഇത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും? ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് ഇറങ്ങിയിട്ട് 2 ദിവസമായി തോന്നുന്നു. പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ മൊത്തം തിയേറ്ററിലായിരുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. റിവ്യൂ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു കളർ ടോണും ശരിക്കും ഒരു വെസ് ആൻഡർസൺ മൂവി ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ക്വെന്റൻ ടാരന്റീനോ ടൈപ്പ് ഓഫ് കളർ ടോണാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ആ ഒരു മഞ്ഞയിഷ് ടൈപ്പ് ഓഫ് കളർ ടോൺ. പിന്നെ അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ്റെ ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു എവിടെയൊക്കെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഡയറക്ടറിനെ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഡ്രസ്സിങ് സെൻസ് സൂപ്പർ, എന്താ ലുക്ക് മനുഷ്യനാണ്. ഇദ്ദേഹം ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട്, എന്ത് രസമായിട്ട്, എന്തൊക്കെ തരം ഡ്രസ്സുകളാണ് നമുക്ക് ഇട്ടുകൊണ്ട് വരുന്നത്. അടിപൊളി. എസ്പെഷ്യലി ഷർട്ട്സ് ഭയങ്കര ഭംഗി. അതുപോലെ ഡയറക്ടറും മുടിയൊക്കെ വളർത്തി ഇപ്പോൾ ഒരു ലുക്ക് സെറ്റപ്പിലാണ്. ഞാൻ ജോണിനെ കണ്ടപ്പോഴേക്കും ജോൺ വേറെ ലുക്കായിരുന്നു. ഇപ്പോൾ മുടിയൊക്കെ വളർത്തി. എനിക്കൊന്ന് ഈ സിനിമ പ്രമാണിച്ചിട്ടാണോന്നറിയില്ല, രസമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം വരട്ടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, വേറെ ഒന്നും പറയാനില്ല. ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയും കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ള താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ട്രെയിലർ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതൊരു സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഫ്ലാറ്റ് കണ്ടന്റ് അല്ല. അതുകൊണ്ട് സാധാരണ തിയേറ്ററുകളിലും ഈ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ കളേഴ്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ലേസർ അറ്റ്മോസ് സ്ക്രീൻ ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ്. കാരണം ഓൾറെഡി ഈ ഒരു ട്രെയിലർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 4K കോണ്ടന്റ് ആണ്. അതിന് ഭയങ്കര നന്ദി. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് മൂവികളുടെ ട്രെയിലർ പോലും കൊണ്ടുപോയിട്ട് നല്ല ഹെവി വിഷ്വൽസ് ഒക്കെ ഉള്ള മൂവീസിൻ്റെ ട്രെയിലർ പോലും 1080p യൂട്യൂബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് കുളമാക്കാറുണ്ട്. ഈവൻ നെറ്റ്ഫ്ലിക്സിൽ ഇതേ ദുരന്തർ വന്നപ്പോഴേക്കും ഒരു ദുരന്തം പിടിച്ച ഒരു പ്രിൻ്റാണ് അവരുടെ അടുത്ത് അപ്ലോഡ് ചെയ്തത്. ഇപ്പം നാട്ടുകാരൻ പള്ളുവിളി കേട്ടപ്പോഴേക്കും ഇപ്പം തിരുത്തി നല്ല രീതിയിലുള്ള ഒരു പ്രിൻ്റ് അപ്ലോഡ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗം വരും എന്നൊക്കെയാണ് പറയുന്നത്. വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പോസിബിളി നല്ലൊരു കിടിലൻ DCP വരും. അത് അറ്റ്മോസ് DCP തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. DCP ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. വരുമ്പോഴേക്കും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ
ഞാൻ എന്തായാലും ഇത് വനിതയിലേക്ക് മോസ്റ്റ് പ്രോബബ്ലി കാണുന്നത്, അല്ലെങ്കിൽ വനിത ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ PXL എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കാണും. എനിക്ക് നല്ലൊരു ലേസർ തിയേറ്ററിൽ തന്നെ അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് കൊച്ചിയിൽ. ന്യൂ സെൻട്രൽ ആയിക്കോട്ടെ എല്ലാം ഇപ്പോൾ ലേസർ അറ്റ്മോസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയി സിനിമ കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ഈവൻ ആലുവ മാധുര്യ 2K ലേസർ ആണെങ്കിൽ പോലും കിടിലൻ ഒരു തിയേറ്ററാണ്. 2K ലേസർ അറ്റ്മോസ് സ്ക്രീൻ അവിടെ ഉണ്ട്. പിന്നെ ഐസക് മറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐസക് മറിയ സ്ക്രീൻ 1 ആയാലും 2 ആയാലും കിടുവാണ്. ഈ അടുത്ത ദിവസം ഞാൻ സ്ക്രീൻ 1 പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വലതുവശത്ത് കള്ളൻ എന്നുള്ള സിനിമ ഞാൻ സ്ക്രീൻ 1 ഐസക് മറിയയിലാണ് കണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് വീഡിയോ വരുന്നത് നോക്കിയിരിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.